ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ നാതുട്ടീൻ്റെ ചോറൂണാണ്. അപ്പോൾ അതിന് പോകാൻ ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഏട്ടനും ഞാനും മക്കളും പിന്നെ അതേപോലെ പാറു വിരുന്ന് വന്നിട്ടുണ്ട്. ഓളയും കൂടെ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ നാതുട്ടീൻ്റെ ചോറൂണ് ശരിക്കും വെക്കേഷൻ്റെ ആ ഒരു ടൈമിലാണ് നടത്തിയത് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ അങ്ങനെ കുറവാണല്ലോ, ആഴ്ചയിലൊന്ന് അല്ലെങ്കിൽ ഒരു 8 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടല്ലേ, തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഒന്ന് ശരിയാക്കി എടുക്കണം എന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നടക്കണില്ല എന്തായാലും കേട്ടോ, ടൈം അങ്ങോട്ട് ശരിയാവണില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ കട തുറക്കണില്ല കേട്ടോ. നമ്മൾ ചോറൂണെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നേരത്തെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ കട തുറക്കണില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡിയായി വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്ദൂസ് ഇതാക്കുന്ന ഒരു കുഞ്ഞുമുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവന് കുറച്ചായി അത് വാങ്ങിയിട്ട്, ചെറിയൊരു വലിപ്പക്കുറവുണ്ട്, എന്നാലും ആ ഒരു മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓനും ഓൻ്റെ ഏട്ടനും കൂടി ഇതാക്കണേ മുന്നിലിരുന്നിട്ടുണ്ട്. ഞങ്ങൾ മൂന്നാളും കൂടെ ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, ഓരോ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്, നിങ്ങൾ പോന്നോ എന്നുള്ളത് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെയാണ്, മിന്നുവിൻ്റെയൊക്കെ വീടിൻ്റെ അടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ട്. അവിടെ തന്നെയാണ് ചോറ് കൊടുക്കുന്നത്. നമ്മളങ്ങനെ കൂടുതലായിട്ട് വഴിപാടും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഇവിടെ തന്നെയാണ് ചോറൂണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇതാ ഞങ്ങളും പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒരു ഉള്ളിക്ക് കയറാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ ഇതാക്കണ ഒരു ഉള്ളിക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളും കാലൊക്കെ കഴുകി ഓരൊപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകതയാണ്. മുന്നിൽ ഇഷ്ടം പോലെ പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ ഇന്നത്തെ ദിവസം നമ്മളെ മിന്നുവിൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പറ്റലും കൂടി നോക്കുമ്പോഴേക്കും നമ്മളെ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വൈകുള്ളൂ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പിന്നെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് തീരുമാനിച്ചത്. അപ്പോൾ മിന്നുവിനെയാണ് കാര്യമായിട്ട് നോക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ എപ്പോൾ പറ്റണ ആ ഒരു സമയത്തെന്ന് പറഞ്ഞിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഓരോ കണക്കുകളുണ്ടല്ലോ. 6 നാളിൻ്റെ ഉള്ളിൽ ചോറ് കൊടുക്കണം എന്നുള്ളതാണ് പറയുക. പണ്ട് മുതലേ അങ്ങനെയാണ് പറയുക കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമൊന്നും തെറ്റിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെ സ്വത്തുമണിക്ക് ഇന്ന് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതാക്കണ ഇവിടെ മുണ്ടൊക്കെ ഉടുപ്പിക്കുന്ന തിരക്കിലാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് ചുന്ദരിമാളായിട്ടുണ്ട്. ഞാനെടുത്തപ്പോഴേ എൻ്റെ ഒരു ധാവണീൻ്റെ കളറ് കണ്ടിട്ട് കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, കളറിനോടൊക്കെ ഒരു ഇഷ്ടമുള്ള ടൈമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതുമ്മയ്ക്ക് എന്നെ നോക്കി നിൽക്കുന്നു കേട്ടോ. ആരെന്ത് പറഞ്ഞിട്ടും അങ്ങോട്ടൊന്നും ശ്രദ്ധയില്ല. ആ ഒരു ഷോളുമ്മയ്ക്ക് എന്നെ അങ്ങനെ നോക്കിയോണ്ടിരിക്കുന്നു. പിന്നെ ഇതാക്കണേ പൂജാരി വന്നു, പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടി ഇതാക്കണേ നല്ല കുട്ടിയായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത് ഇപ്പോഴന്നെ അവൾ ഓരോന്നും ശ്രദ്ധിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചോറൂണിന് വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യാൻ പറയണതൊക്കെ അങ്ങനെ ചെയ്യാണ് കേട്ടോ. പൂജാരി ഓരോന്ന് പറഞ്ഞു തരും. അതേപോലെയൊക്കെ നമ്മളങ്ങനെ ചെയ്യുക. അല്ലാതെ നമുക്കിപ്പോൾ അതൊന്നും ശീലമുള്ള കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ മിന്നുവിൻ്റെ അമ്മായി വന്നിട്ടുണ്ട്. ഒരമ്മായിയെ വന്നിട്ടുള്ളൂ കേട്ടോ. ഓക്ക് 3 അമ്മായിമാരാണ്. അപ്പോൾ 2 ആൾ വന്നിട്ടില്ല. അപ്പോൾ പറ്റണവരൊക്കെ അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വഴിപാട് അങ്ങോട്ട് തീർക്കാന്നുള്ളതാണ് കേട്ടോ. ഇതൊന്നും പിന്നെ വലിയൊരു ആഘോഷവും കാര്യങ്ങളൊന്നും ആക്കേണ്ട കാര്യമില്ലല്ലോ, ചോറൂണല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറ്റണവരൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് നടത്തുക എന്നുള്ളതുള്ളൂ. അപ്പോൾ നമ്മളെ നാതുട്ടിക്ക് കരച്ചിലും കാര്യങ്ങളും പേടി അങ്ങനത്തതൊന്നുമില്ല കേട്ടോ. അവളെല്ലാം ശ്രദ്ധിച്ച് കേട്ട് എന്താ പറയുക കണ്ട് അങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഓളെ എന്ത് ചെയ്താലും ഓക്കും കുഴപ്പമില്ല. അപ്പോൾ തീർത്തൊക്കെ വാങ്ങിയിട്ട് ഇതാക്കണേ പുണ്യമൊക്കെ കുടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ആൾക്കൊരു പ്രശ്നമില്ല കേട്ടോ. അല്ലെങ്കിലും മോക്ക് അങ്ങനെ എപ്പോഴും കരയണ ഒരു സ്വഭാവമൊന്നും നമ്മളെ നാതുട്ടിക്കില്ല കേട്ടോ. എന്താ പറയുക, നമ്മളെ കണ്ണനായാലും അനുമോളായാലും നന്ദു ആയാലും ഒക്കെ വേറൊരു സ്വഭാവമായിരുന്നു. നമ്മളെ നാതുട്ടിക്ക് വേറൊരു ഇതാണ് കേട്ടോ. കണ്ണന് എന്താ പറയുക, പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് കരയല്ല, അങ്ങനത്തെ വാശിയും കുറുമ്പൊന്നും ഉണ്ടായില്ല. എന്നാലും പെട്ടെന്ന് കരയണ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അനുമോക്കൊരു വാശി പിടിച്ച സ്വഭാവമായിരുന്നു. നന്ദു പിന്നെ അങ്ങനെ കരയില്ലായിരുന്നു കേട്ടോ. നന്ദു ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആവശ്യമില്ലാത്തൊരു കാര്യത്തിനും മോൻ കരയൂല. ഏകദേശം അതിൻ്റെ അടുത്ത് കൂടെയൊക്കെ പോകും നമ്മളെ നാതുട്ടി കേട്ടോ. ഓക്ക് വിശന്നാൽ മാത്രം ഓളെ മുഖഭാവം മാറും. അതുമ്പോൾ തന്നെ അറിയും മിന്നുവിന് കേട്ടോ ഓക്കെ എന്തിനാണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് കൊടുത്താൽ പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണ് നാതുട്ടീൻ്റെ ഓരോ സ്വഭാവങ്ങൾ. പിന്നെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. ഓരോ ടൈമിൽ ഓരോ സ്വഭാവമായിരിക്കില്ലേ. പിന്നെ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് തൊഴുകാനൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വഴി മാറിക്കൊടുത്തു. നമ്മൾ ഈ കയറി ചെല്ലണ ഇവിടെ തന്നെയാണ് ചോറൂണ് നടക്കുന്നത് കേട്ടോ. ഉള്ളിലല്ല, പുറത്ത് തന്നെയാണ് നടക്കുന്നത്. അതെല്ലായിടത്തും പിന്നെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ.
പുറത്ത് കയറി വരുന്ന അവിടെ ആയിരിക്കും കൂടുതൽ ആൾക്കാരും ചോറൂണ് നടത്തുക. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ആദ്യം തന്നെ തേനാണ് കൊടുക്കുന്നത് കേട്ടോ. തേന് സ്വർണ്ണമോതിരത്തിലാക്കിയിട്ട് അങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം വെച്ച് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തിരുന്ന സമയത്ത് ഉപ്പും മുളകും എല്ലേതും ആക്കിയിട്ട് അങ്ങനെ ചോറ് കുഴച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഒക്കെ മധുരം കൊടുത്തിട്ടാണ് പിന്നെ ചോറ് കൊടുക്കുക പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മോതിരത്തിലൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും നമ്മളെ അരിയിലെഴുതിക്കുമല്ലോ, ആ ഒരു ടൈമിലാണ് സ്വർണ്ണമോതിരം വെച്ചൊക്കെ കാണിക്കണത് കണ്ടിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരും പഠിച്ച ഓരോ രീതികളായിരിക്കില്ലേ, അതാവും ഇങ്ങനെയെന്ന് വിചാരിക്കണേ. പിന്നെ അതാക്കണേ ഒക്കെയുള്ള ചോറൊക്കെ അവിടെ ഇലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ കൂട്ടി കുഴക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാദൊട്ടിയാണെങ്കിലോ അത് തിന്നാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നാദുട്ടിക്ക് ഇതുവരെ നമ്മൾ വേറൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും പാൽ തന്നെയാണ് കുടിക്കുന്നത്. എന്തായാലും ഒരു 6 മാസത്തിൽ കൂടുതലൊക്കെ പാൽ തന്നെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വേറൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മളെ കണ്ണനൊക്കെ 90 കഴിഞ്ഞേക്ക് തന്നെ ഓന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. പാലുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിരുന്നു. അത് അനുമോക്കായാലും നന്ദുവിനായാലും ഒക്കെ ഞാൻ കൊടുത്തിരുന്നു. പക്ഷെ നമ്മളെ നാദുട്ടിക്ക് എന്തായാലും ഇപ്പോൾ കൊടുക്കണില്ല, കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും അമ്മേൻ്റെ പാലിനോട് ഒക്കൂലല്ലോ വേറൊരു ഫുഡും. അപ്പോൾ അവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് വിരൽ ഉപയോഗിച്ചിട്ടാണ് ചോറ് കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പൂജയും കാര്യങ്ങളും ഓരോ കർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലുന്നുണ്ട്. അപ്പം നാദൊട്ടിക്ക് ഇതാക്കണേ മെനു ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ഒന്ന് കൈയൊക്കെ കഴുകാൻ പറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. അങ്ങനെ ഇതാക്കണ നമ്മളെ മോതിര വിരലില്ലേ അതുപയോഗിച്ചിട്ടാണ് ഇങ്ങനെ വായയ്ക്ക് വെച്ച് കൊടുക്കണത്. അപ്പോൾ ആൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കഴിക്കാൻ മാത്രം തട്ടും തരിയൊന്നും കൊടുക്കണില്ല, എന്നാലും ജസ്റ്റ് വായിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യൂലേ, അപ്പോൾ ഒക്കെ എന്തായാലും കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് സംഭവം, എന്നാലും ആൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അതാ അമ്മ ചോറ് കൊടുത്തിട്ടുണ്ട്. അമ്മയും അച്ഛനും എല്ലാവരും അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് വെറുതെ അങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കണുള്ളൂ. മിന്നുവിൻ്റെ അമ്മ എല്ലായിട്ട് ശരിക്കും എന്തോ പോലെ ഇരുന്നു കേട്ടോ ഈ ഒരു സമയത്ത്. പിന്നെയും ഞങ്ങളവിടെ പറയുമായിരുന്നു അമ്മയ്ക്കും കൂടെ കൂടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. പറ്റുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ നമ്മൾ പെണ്ണുങ്ങളെ കാര്യം അങ്ങനെയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. അങ്ങനെ ഇതാ ഞാനും എൻ്റെ കുട്ടിക്ക് മാമു കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തിട്ടുള്ളൂ. ഇന്നത്തെ ദിവസമേ കടയ്ക്ക് ലീവാകൊണ്ട് കുറച്ച് സമാധാനമുണ്ട് കേട്ടോ. മറ്റേത് എന്ത് പരിപാടിക്ക് പോവുകയാണെങ്കിലും ഒരു ധൃതിയാണ് കേട്ടോ നമുക്ക്. എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വേണമല്ലോ കടയിലേക്ക് എത്താൻ എന്നുള്ള ധൃതിയും കാര്യങ്ങളും. അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് നമ്മളൊരു പരിപാടിക്ക് വരികയാണെങ്കിലും ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട് വേണമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മിന്നുവിൻ്റെ അനിയന്മാരൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മിന്നുവിൻ്റെ അമ്മായിയാണിത്. അങ്ങനെ എന്തായാലും നമ്മളെ നാദുട്ടി മാമുന്നിട്ടുണ്ട്. പിന്നെ ഇതാ ചേച്ചിമാരെ വക കൊടുക്കുന്നുണ്ട്. ശരിക്കും എല്ലാവരും കൂടെ തൊട്ടുകൊടുത്തപ്പോഴേക്കും മോക്ക് വയറ് നിറഞ്ഞു എന്ന് തന്നെ പറയട്ടോ. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കൊടുക്കുമ്പോഴേ ഓക്കെ അത് രസമായിട്ട് വായ കാണിക്കുന്നുമുണ്ട്. ഇത് പിന്നെ നമ്മളെ അടുത്തുള്ള കുട്ടിയാണ് കേട്ടോ. നാദുവിൻ്റെ ഫ്രണ്ടാണ്. നാദുവിനെ എപ്പോഴും നോക്കാനും കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ വരുന്ന ആദ്യക്കുട്ടനാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ എപ്പോഴും ഓനാണ് അവിടെ ഉണ്ടാവലുള്ളത്. പിന്നെ അവിടെ വേറെയും 1-2 കുട്ടികളുണ്ട് കേട്ടോ, ഓരും ഉണ്ടാവും. അപ്പോൾ ഓളെ ഫ്രണ്ടാണ്, ഓരും ചോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ കണ്ണനും ചോറ് കൊടുത്തു. അങ്ങനെ എല്ലാവരും അങ്ങനെ മാറി കൊടുത്തു കേട്ടോ കുറച്ച് സമയം. പിന്നെ ഇതൊന്നും സ്കിപ്പ് ചെയ്ത് കാണിക്കാൻ തോന്നിയില്ല കേട്ടോ, എല്ലാം ഉൾക്കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെ പിന്നീട് നമുക്ക് കാണാമല്ലോ, നമ്മളെ നാദുട്ടി വലിയ കുട്ടിയായാലും മോക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ. ഇപ്പം നന്ദുമൊക്കെ ഓരോ വീഡിയോസും പഴയതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഓരോ വലുപ്പവും ഓരോ എന്താ പറയുക ഓരോ മാറ്റങ്ങളും ഒക്കെ കാണുമ്പോൾ ഓൽക്ക് തന്നെ അതിശയമാണ് കേട്ടോ, ഞങ്ങൾ തന്നെയാണോ അത് എന്നുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളെ നാദുട്ടിക്കും കുറച്ച് കഴിഞ്ഞിട്ട് കാട്ടി കൊടുക്കാമല്ലോ ഇങ്ങനെയൊക്കെയായിരുന്നു മാമുന്നത് എന്നുള്ളത്. പിന്നെ അതാ ഓലെ 3 അവിടെ ഇരുത്തിയിട്ടൊന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞതാ നമ്മളെ നാദുട്ടീനെ എടുത്തിട്ടുണ്ട്. കുറേ സമയമായിട്ടോളൂ മാമുന്നുണ്ട് കണ്ടില്ലേ, വായ കൊണ്ട് കാണിക്കുന്ന എന്തെങ്കിലും ഒരു തരി അവിടെ കിട്ടിയിട്ടുണ്ടാവും, അത് വെച്ചിട്ടാണ് ആ കാണിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഈ ചോറൂണ് കഴിഞ്ഞിട്ട് നമ്മളെ നാതുട്ടീൻ്റെ മുടി കളയണമെന്ന് വെച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളെ നാതുമ്മേൻ്റെ മുടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ചൂടും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ ആ മുടി കളഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയും ഒരു വയസ്സാവട്ടെ എന്നുള്ളത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതുള്ളൂ. അത് കഴിഞ്ഞതാ ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ. പക്ഷേ ഞങ്ങൾ എടുത്ത സമയത്ത് നല്ല വെയിലായിപ്പോയി. അല്ലെങ്കിൽ കുറച്ച് നല്ലോണം രാവിലെ വരണം, ഇല്ലെങ്കിൽ വൈകുന്നേര സമയത്ത്, അപ്പോഴാണ് ഫോട്ടോസിനൊക്കെ നല്ലത് കേട്ടോ. നമ്മളെ നന്ദ് വിരുന്ന് ചെന്നാൽ ആദ്യമാണ് കേട്ടോ കൂട്ടുള്ളത്. അതുപോലെ രണ്ടാളെ നിർത്തിയൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇപ്രാവശ്യം നന്ദ് വിരുന്നൊക്കെ പോയപ്പോൾ സൈക്കിളൊക്കെ കൊണ്ടാണ് പോയിരുന്നത്. അപ്പോൾ ആദ്യക്കൂട്ടനും അവിടെ സൈക്കിളുണ്ട്. അപ്പോൾ എല്ലാവരും മുന്നിൽ വേഗം നടന്നിട്ടുണ്ട്. നമ്മളെ നാദുട്ടിക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾ കരയണില്ല എന്ന് വിചാരിച്ചിട്ട് ഓക്ക് നമ്മൾ സമയത്തിന് കൊടുക്കണ്ടേ. പിന്നെ തിരിച്ച് നമ്മൾ പോകുന്നത് മിന്നുവിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ സദ്യ ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞു കേട്ടോ. അപ്പോൾ മിന്നുവിൻ്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇവിടേക്കാണ് ഒന്നും കൂടിയും എളുപ്പമായിട്ടുള്ളത്. അമ്പലം ഇവിടെ അടുത്തല്ലേ, അപ്പം നമ്മൾക്ക് ഇവിടെ കൂടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോറ് കൊടുത്തിട്ട് ഒരു കുഞ്ഞ് സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അങ്ങനെ പോരാന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, നമ്മളെ ഉള്ള ആൾക്കാർ തന്നെ, വീട്ടുകാരും മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. ചോറൂണൊക്കെ അല്ലേ, ഒരുപാട് പരിപാടിയായിട്ടൊന്നും കഴിക്കൂലല്ലോ നമ്മൾ. അങ്ങനെ ഇതാ ഇവിടെ വന്നപ്പോഴേക്കും മിന്നുവിൻ്റെ അമ്മമ്മയും അമ്മച്ചനും പിന്നെ ഇതാ അമ്മായിയും ഓരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ഞങ്ങൾ വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതൊക്കെയാണ് പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ നമ്മൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മിന്നുവിൻ്റെ അച്ഛന് പിന്നെ അങ്ങനത്തെ കാര്യത്തിനൊക്കെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ആ ഒരു കുഞ്ഞി റവ ഉണ്ടല്ലോ, സാധാ റവയല്ല, ഒന്നും കൂടി കുറച്ചുകൂടി വലിപ്പമുള്ള സൂചി റവ മരത്തെ, അത് ഉപ്പുമാവും പഴം പുഴുങ്ങിയതും പാലൊഴിച്ച ചായയും കട്ടൻ ചായയും എല്ലാം ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയ്ക്ക് ഒന്ന് വന്നപ്പോൾ ആ അച്ഛമ്മ ഇവിടെ ചായയിൽ മധുരിടുന്ന തിരക്കാണ്. അമ്മമ്മ ഇവിടെ പാത്രം കഴുകുന്നുണ്ട്. അമ്മായി ഇവിടെ എല്ലാവരും കഴിച്ച പാത്രങ്ങളൊക്കെ കൊണ്ടേക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും ഇതൊക്കെ ഒരു നേരത്തെ എണീറ്റിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതാ മിന്നുവിന് അതിൻ്റെ ഉള്ളിൽ പാൽ കൊടുക്കുകയാണ്. പിന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിയൻ അങ്ങോട്ട് ഉപ്പുമാവ് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്ക് വാരി കൊടുക്കണമുണ്ട്, ഓൻ കഴിക്കണമുണ്ട് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതാ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പിരിയാലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡും കൂടിയും കഴിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ശരിക്കും ഉച്ചയായിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ കുറച്ച് നേരത്തെയാണ് ഫുഡ് കഴിച്ചിട്ടാണ് പിരിയാൻ വിചാരിച്ചു. അപ്പോൾ സദ്യയൊക്കെ നമ്മൾ വന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. അതൊക്കെ ആന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോഴേക്കും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിളമ്പി കഴിച്ചാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചെയ്തത്, നമ്മൾ വന്നിട്ട് എടുത്താൽ പോരെന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ എല്ലാത്തിനും കൂടി കൊടുക്കും. അപ്പോൾ പിന്നെ എന്താ പറയുക, അമ്മായിയും എല്ലാവരും ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ പിന്നെ ഓല അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ വിളമ്പണ തിരക്കിലാണ് എല്ലാവരും കൂടെ. അപ്പം എന്നാൽ ധൃതി ഉള്ളവർക്കൊക്കെ ആദ്യം പോകുമല്ലോ. നമുക്കൊരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ 1-2 സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പോവാണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തിരക്കൊക്കെ വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഫുഡ് വിളമ്പിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു, നല്ലൊരു അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ. പായസവും ചോറും അവിയലും സാമ്പാറും മസാലക്കറി ഉപ്പേരിയും പുളിഞ്ചി അച്ചാറും വറവും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. രസവും മോരും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരത്തെയാണ് കഴിച്ചത് എന്നുള്ളൂ. നമ്മൾ ചായ കുടിച്ചിട്ട് അതൊന്നും വിശന്നിട്ടൊന്നുമില്ല. അതിൻ്റെ പിന്നാലെ തന്നെ വീണ്ടും ഫുഡ് കഴിച്ചു. ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കേട്ടോ. അത്ര നേരത്തെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോവാണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ധൃതിയിലാണ് വേഗം ഫുഡൊക്കെ വിളമ്പിയത്. പിന്നെ നമ്മൾ ആ വെറുതെ ഇരുന്ന സമയത്ത് നമ്മളെ നാതുട്ടീനെ കുറച്ച് നേരം കളിപ്പിക്കാൻ പറ്റി. പിന്നെ അതാകണേ ഇവിടെ ഉരലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഉരൽ കാണാത്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ മക്കൾ കണ്ടിട്ടില്ല കേട്ടോ. മരത്തിൻ്റെ ഉരൽ പ്രത്യേകിച്ചും കണ്ടിട്ടില്ല. നമ്മളെ വീട്ടിൽ ഉരലൊക്കെ ഉണ്ട്. അത് ആ താഴെ തൊടികയിൽ നമ്മൾ വീട് പണിയൊക്കെ എടുത്തപ്പോൾ അവിടെ എത്തിയതാണ്. പിന്നെ അങ്ങോട്ട് കയറ്റിയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്കത് ഭയങ്കര അത്ഭുതം, എനിക്കും ഭയങ്കര അതിശയമായി. എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടതായിരുന്നു ഇതിൽ നെല്ല് കുത്തുന്നതും അവിലിടിക്കുന്നതും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ചെയ്തു നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം കാണുന്നത്. പിന്നെ ഇത് ഇപ്പോൾ വീണ്ടും ഓളച്ഛൻ ഇത് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ. അങ്ങനെ മരം കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. ആദ്യത്തെ കേട് വന്നിട്ട് പിന്നെ ഉണ്ടാക്കിച്ചതാണ്. ഒലയ്ക്കതാക്കണ ഇവിടെ പഴയതും പുതിയതും ഉണ്ട് കേട്ടോ.
ഒലയ്ക്കാന്ന് പറഞ്ഞാൽ ഒലയ്ക്ക തന്നെയാണ് കേട്ടോ സംഭവം. വേറെ എന്തെങ്കിലും പറയുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളവിടെ ഒരലും ഒലയ്ക്കുന്ന പറയലുള്ളത് കേട്ടോ. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണ്ടേ. അപ്പോൾ ഇവരിത് വാങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ അവിലിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ അച്ഛനും കൂടെ അടിച്ചിട്ട് അതിൻ്റെ തുമ്പൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓളമ്മ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നു, അച്ഛ പൊട്ടിച്ചത് തന്നെയാണ് അത് എന്നുള്ളത്. അതേപോലെ ഇവിടെ കുറേ കട്ടിങ് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും വീട്ടിലേക്കൊന്നും ഇവിടേക്കൊന്നും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോകുമ്പോൾ മറക്കാതെ കൊണ്ടുപോകണേ എന്നുള്ളത് വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണുകയൊക്കെ ചെയ്തു. നല്ല സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിൽ എന്താ പറയുക കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് വലുതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓൽക്കൊക്കെ ചെറുതാണ് കേട്ടോ. പിന്നെ ഓരോ ട്രിപ്പ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഇതാക്കണ ലാസ്റ്റ് മിന്നൊക്കെ ഇരുന്നിട്ടുണ്ട്. വീട്ടുകാരെല്ലാവരും കൂടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫുഡ് കഴിക്കലും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. നമ്മളെ നാതുട്ടി ഉറങ്ങിയിട്ടില്ല കേട്ടോ, അവിടെ കളിച്ച് കിടക്കുകയാണ്. അപ്പോൾ കുറേ സമയം മോളെ കളിപ്പിക്കാൻ പറ്റി. അപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് വല്ലാണ്ട് ഞാൻ കാണിക്കാതിരുന്നത് കേട്ടോ. ഒക്കെ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സൊന്നും ഇടാതെ അവിടെ കിടക്കുന്നു. പിന്നെ ഇതാക്കണ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളെ മിന്നുവിന് തുണിയെടുത്ത് അടിച്ചപ്പോഴേ അതിൻ്റെ ബാക്കി കൊണ്ട് ഓക്കും അടിച്ചതാണ് കേട്ടോ. ഓളമ്മ അടിക്കും. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞി ഉടുപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാതുട്ടി ചോറ് കൊടുക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഒന്ന് കമിഴ്ന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതാരും കണ്ടിട്ടില്ലല്ലോ, 1-2 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒക്കെ മടിയായി. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പായിട്ട് വിരിച്ച് കടത്തിയതാണേ. അപ്പം അനി അങ്ങനെ കൈ പിടിച്ച് കൊടുത്തപ്പോൾ ഒക്കെ അങ്ങോട്ട് മറിയണം എന്നുണ്ട്. ഇന്ന് എനിക്ക് ആവൂല എന്നും പറഞ്ഞിട്ടുള്ള കിടത്താണ് ആ കിടക്കണത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നോക്കുകയാണ്. എല്ലാവരും വട്ടം തന്നോള് കാണിക്കുന്നത് നോക്കി നിൽക്കുകയല്ലേ. പിന്നെ മെല്ലെ എന്തായാലും ഓനൊന്ന് കൈ കൊണ്ട് താങ്ങി കൊടുത്തപ്പോഴേക്കും പെട്ടെന്നിട്ട് കമിഴ്ന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കവിലിന ടൈമിൽ നമ്മൾ നല്ലോണം നോക്കണം. ശരിക്കും ഇങ്ങോട്ട് തല പൊക്കാനായിട്ടില്ലല്ലോ. എന്നാൽ പതുക്കെ ഒന്ന് പൊക്കുകയും ചെയ്യും. അതതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി ഇടുകയും ചെയ്യും. താടി കുത്തിയിട്ടൊക്കെ പിന്നെ അതിനെ ഔട്ടോ കരച്ചിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അങ്ങനെ കിടത്തി. പിന്നെ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഓരോ നെഞ്ഞിനും ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അവർക്ക് പറയാനും കഴിയില്ലല്ലോ, ബുദ്ധിമുട്ടായി കിടക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ. പെട്ടെന്ന് തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ നാന്തൊട്ടിക്കൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നാതും ഇങ്ങനെ കവിലിനെ കണ്ടപ്പോഴേ ഇനി ഒരുപാട് പണികളുണ്ടല്ലോ ഒക്കെ കിടക്കണേ. കവിലണം, എന്താ പറയുക, നീന്തണം, മുട്ടുകുത്തണം, ചിരിക്കണം, പിടിച്ച് നടക്കണം, ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ എന്തായാലും എൻ്റെ കുട്ടിക്ക് കുറച്ച് മടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളാണ് ഫസ്റ്റ് പോകാൻ ഇറങ്ങിയത്. അപ്പോൾ കട്ടിംഗ് ബോർഡ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെറുതാണ് മോന് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ വലുതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വലുതെടുത്ത് കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ പറയുന്നുണ്ട്, അമ്മക്കല്ലേ കൂടുതൽ അരിയാനൊക്കെ ഉള്ളത്, എപ്പോഴും അവിടെ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണതല്ലേ, അപ്പോൾ ആ വലുതന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വലുതന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് ഒരുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അച്ഛമ്മയും അമ്മയും അച്ഛനൊക്കെ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ഓരെ വിളിച്ചു ഞാൻ. അപ്പോൾ നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കൊണ്ട് തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്